ഇതേ ഓ എന്നാ ചേച്ചി നീ ഇങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. പോകാൻ സമയം ഒത്തിരി ആയി. ചേച്ചി എനിക്കിന്ന് തീരെ വയ്യ കേട്ടോ. വയ്യെന്ന് പറഞ്ഞിരുന്ന തൊഴിലുറപ്പിനാണ് ഇപ്പം ആള് കുറവും കൂടിയാ. പിന്നെ നീ വയ്യെന്നും പറഞ്ഞിരുന്ന എങ്ങനെ ശരിയാകുന്നത്? ഓ ഞാൻ ഇന്ന് എന്താ ഒന്നും ഒരുങ്ങിയില്ല. എനിക്ക് പറ്റാത്തോണ്ട് ആകുമായിട്ടൊന്നുമല്ല. പിന്നെ എനിക്ക് പോകാതിരിക്കാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് ഞാൻ പോവാ. നീയും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഒരു രസവും ഇല്ലല്ലോ. അപ്പം ഇന്ന് എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാ. ചേച്ചി എന്തായാലും പൊക്കോ, ഞാൻ ഇന്ന് വരുന്നില്ല. അപ്പം എനിക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റുകയല്ല. ഞാനും ഇതിപ്പോൾ ഉടനെ തന്നെ നിർത്തും. എന്നാ വേറെ പണി എന്തെങ്കിലും കിട്ടിയോ? വേറെ ഒരു പണി കിട്ടും എനിക്കധികം താമസിക്കാതെ. എന്നാ പണി? ഇങ്ങനെ ചെത്തിൻ്റെ വണ്ടിയൊക്കെ നിൽക്കാതിരിക്കാൻ പറ്റുകയല്ല എനിക്ക്. എന്ത് പണിയാ അത്? എന്ത് പണിയാന്ന് ചോദിച്ചെന്നാലേ, എൻ്റെ അയലൊക്കത്തെ ഒരു കൊച്ച് സിനിമയിൽ പോകാൻ ഇരിക്കുക. അത് സിനിമയിൽ കയറിയാൽ ആദ്യമായി അഭിനയിക്കുന്ന സിനിമയിൽ എന്നെയും കൂടെ കൂട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക്. ഈ വെയിൽ കൊണ്ടുള്ള ഈ പണി നിർത്താവില്ല എനിക്ക്. സിനിമയൊക്കെ ഏറ്റാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരു സിനിമ കിട്ടിയാൽ പിന്നെ ചേച്ചി പിടിച്ച് കയറി. ഒരു സിനിമ കിട്ടിയാൽ പിന്നെ ഞാൻ പിടിച്ച് കയറി. എനിക്ക് നല്ല ഒന്നാം തരമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കും. എൻ്റെ കഴിവ് എല്ലാവർക്കും അറിയാം. അത് കാരണം ഞാൻ എങ്ങനെയായാലും. എവിടെയാ കൊച്ചി പഠിക്കാൻ പോയേക്കുന്നത്? കൊച്ചി ഇപ്പം 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ്സിലോ? 6ാം ക്ലാസ്സിൽ. അപ്പോൾ അതിനി പോണെങ്കിൽ അത് പെട്ടെന്ന് പഠിച്ചങ്ങ് കയറി പോവുകയല്ലേ. കയറിപ്പോവും. ചേച്ചിക്ക് ഇത് ആഗ്രഹമല്ല കേട്ടോ, മോഹമല്ല, അതിമോഹം എന്നാ പറയണ്ടേ. എന്നെ അതിമോഹമൊന്നുമല്ല. എനിക്ക് ഈ പണി നിർത്തി ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. അതാണ് എൻ്റെ അതിന് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഇനി 6, 7, 8, 9, 10 കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് അതിപ്പോ പറഞ്ഞ മാത്രയ്ക്ക് മുമ്പ് ദിവസങ്ങളും മാസങ്ങളും ഒക്കെ ഓടിപ്പോവുകയല്ലേ. പിന്നെ കൊച്ച് സിനിമ പഠിക്കാൻ പോകും. എന്നിട്ട് വന്ന് ചേച്ചിയെ സിനിമയിലെ എന്നിട്ട് വന്ന് അവൻ കയറുന്ന പടത്തിൽ ആദ്യത്തേൽ തന്നെ അവൻ എന്നെയും കൂടെ ഉറപ്പ് പറഞ്ഞേക്കാം അല്ലേ. എന്നും കാണാറുണ്ടോ ചേച്ചിയാ കൊച്ചിനെ? കാണാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുവോ? ഇതൊക്കെ ഞാൻ ഈ മുട്ടായി അതൊക്കെ കൊടുക്കും. എന്നെ വലിയ കാര്യം. അതാണ് സിനിമയിൽ അഭിനയിപ്പിക്കാൻ പോണ കൊച്ച്. നല്ല മധുരമുള്ള മുട്ടായി ഒക്കെ വാങ്ങിക്കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ലഡു ഒക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. അത് കാരണം അപ്പൊ കൊച്ചു ചേച്ചി അഭിനയിപ്പിക്കും. പിന്നെ ദിവസവും മുന്നേ മുട്ടായി കിട്ടുമല്ലേ. ചെയ്യുന്ന വെച്ചാലേ വാക്ക് പറഞ്ഞാൽ പാലിക്കും. അപ്പൊ ഈ ചേച്ചി ആ കൊച്ചു എങ്ങനെ ഇത്രയും കുറെ വർഷം കഴിയണ്ടേ, അപ്പൊ എങ്ങനെ കൊണ്ടുപോകും അഭിനയിപ്പിക്കാൻ? അതെങ്ങനെ കൊണ്ടുപോകാൻ ചോദിച്ചാൽ സിനിമക്കാരോട് പറഞ്ഞാൽ ഒരു വണ്ടിയും വന്ന് എടുത്തോണ്ട് പോകും. വണ്ടിയിലെടുത്തിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ വീടിനകത്ത് എന്ത് കഥാപാത്രമായിരിക്കും ചേച്ചിക്ക് ആദ്യം കിട്ടുക? അതിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞെങ്കിലല്ലേ പറയാൻ പറ്റില്ല. ഇപ്പോഴേ പറയാൻ പറ്റുകയല്ലോ. എന്തെങ്കിലും നല്ല ഒരു ഇതായിരിക്കും. മെയിനായിട്ടുള്ള എന്തെങ്കിലും നല്ല കഥാപാത്രത്തിന് തന്നെ കിട്ടും. കാര്യം കൊച്ചല്ലേ പറഞ്ഞേക്കുന്നത്. ഏതായാലും അത് മുടക്കിക്കളയണ്ട. ദിവസവും മുട്ടായി മേടിച്ചു കൊടുക്കണം കേട്ടോ. അത് മുടക്കുകയല്ല, തരത്തിലും അത് കളയാൻ പറ്റുകയല്ല, വിട്ട് കളയുകയല്ല. 6ാം ക്ലാസ്സിൽ എത്തിയല്ലോ, ഇനിയിപ്പോ പെട്ടെന്നാവും അല്ലേ? പെട്ടെന്നായിരിക്കും. അത് നല്ല കാര്യമാണ് കേട്ടോ. ചേച്ചി എന്നാ പോകാനുള്ളതൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ. സിനിമയിലേക്ക് എങ്ങനെയാലും ഇങ്ങനെ പോകണം, തൊഴിലുറപ്പിന് പോകണം. ഇരുന്നും കിടന്നും ഉറങ്ങിയൊക്കെ പോകണം. അത് കഴിയുമ്പോൾ ആ കൊച്ചു സിനിമയെ കൊണ്ടുപോയിക്കോളും. ഇല്ലേ ചേച്ചി, എനിക്ക് അഭിനയം അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അവിടെ ചെന്നാ മതി, പഠിപ്പിക്കൂ. ആരെ? ഈ കൊച്ചാ? ഈ കൊച്ചല്ല, അവിടെ സിനിമയും പഠിപ്പിക്കുന്നത് ഈ കൊച്ചു മാത്രമാണ്. പക്ഷെ ആ കൊച്ചു എന്നെ കൊണ്ടുപോവില്ല. ഞാൻ അതിന് മുട്ടായി ഒന്നും വാങ്ങി കൊടുത്തിട്ടില്ല. നീ മുട്ടായി ഒന്നും വാങ്ങി കൊടുക്കണ്ട. നിനക്ക് പോരണമെന്ന് ആഗ്രഹമുണ്ട്. നിന്നെ ഞാൻ ആ കൊച്ചിനോട് പരിചയപ്പെടുത്താം അല്ലേ? പരിചയപ്പെടുത്തി തരാം. മുട്ടായിയും കിട്ടായിയും ബിസ്ക്കറ്റും അതെല്ലാം ഞാൻ മേടിച്ചു കൊടുക്കും. ചേച്ചി മേടിച്ചു കൊടുത്തോളൂ. നീയും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടുമാകുമല്ലോ. അതാ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ആ കൊച്ച് ഹൈസ്കൂളും കഴിഞ്ഞ് +1 +2 കഴിഞ്ഞ് സിനിമ പഠിക്കാനായിട്ട് എവിടെയെങ്കിലും പോട്ടെ. എന്നിട്ട് വേഗം വന്ന് ചേച്ചിയെ കൊണ്ടുപോട്ടെ. ചേച്ചി രക്ഷപ്പെടട്ടെ. എനിക്ക് സിനിമയിലൊന്നും എന്നെ കൊണ്ടേ പോകുള്ളൂ. എന്നെ കൊണ്ടേ പോവുള്ളൂ എന്നല്ല, എന്നെ ഞാൻ കൊണ്ടുപോകും. എനിക്ക് എന്തെങ്കിലും ഒരു ഇതിനായിട്ട്.
ആ ഏതായാലും ആ കൊച്ചിനെ ഒന്ന് കാണണം എനിക്ക്. കൊച്ചിനെ കാണാൻ ഇന്ന് സ്കൂൾ വിട്ട് കൊച്ചു വരുമ്പോ എന്റെ വീട്ടിലോട്ട് വന്നാൽ മതി അല്ലേ? എന്തായാലും ചേച്ചിയുടെ വീട്ടിൽ കയറിയിട്ടേ അത് പോകുള്ളൂ. ആ സ്കൂൾ വിട്ടാ അന്നേരം ഓടി വീട്ടിൽ വരും. ഞാൻ ഈ മേടിച്ച് വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് കൊടുക്കും. അങ്ങനെ പിന്നെ കൊച്ചിന് ഉപകാരപ്പെട്ട കാര്യങ്ങളല്ലേ ചേച്ചി ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ചേച്ചിക്ക് അവൻ തിരിച്ച് ചെയ്യാതിരിക്കില്ല. ഇല്ല അതല്ലേ, അങ്ങനെ ഒരു ഉറപ്പല്ലേ എനിക്ക്. അത് നല്ല കാര്യം കേട്ടോ. എന്തായാലും കുഞ്ഞ് വേഗം വളർന്ന് വലുതായി സിനിമയിൽ പോയി ചേച്ചിയും കൊണ്ട് പോട്ടെ. പ്രാർത്ഥിക്കണം നീയും കൂടെ. പിന്നില്ലാതെ ഞാനും പ്രാർത്ഥിക്കാം. എന്നാൽ ശരി ചേച്ചി, എനിക്ക് ഇച്ചിരി പണി വീട്ടിലുണ്ട്. ചേച്ചി പൊക്കോ